നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ തൊടുകുറി ശാസ്ത്രവുമായി ബന്ധപ്പെട്ടതാണ്. നമുക്കെല്ലാവർക്കും കഷ്ടങ്ങളും കടഭാരങ്ങളും രോഗങ്ങളും പ്രയാസങ്ങളും ഒക്കെയുണ്ട്. എന്നാൽ ഇതിനെ നമ്മൾ അതിജീവിക്കാനായി ഈശ്വരനോട് ദിനംതോറും പ്രാർത്ഥിക്കാറുമുണ്ട്. നമ്മുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കേൾക്കുന്ന ഈശ്വരൻ തക്ക സമയത്ത് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ വിടുതൽ നൽകുമെന്നതിന് യാതൊരു സംശയവുമില്ല. അപ്രകാരം ഈശ്വര സഹായത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ എപ്രകാരമുള്ള അനുഗ്രഹമാണ് ലഭിക്കുവാനായിട്ട് പോകുന്നത്, ഏതു വിധത്തിലാണ് ആ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക എന്നൊക്കെയാണ് ഇന്നത്തെ തൊടുകുറി ഫലത്തിലൂടെ നിങ്ങൾ അറിയുവാനായിട്ട് പോകുന്നത്. അപ്രകാരം ഇന്ന് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് 2 സംഖ്യകളാണ്. അതിൽ ഒന്നാമത്തെ സംഖ്യ എന്ന് പറയുന്നത് 66 രണ്ടാമത്തെ സംഖ്യ എന്ന് പറയുന്നത് 606 എന്ന സംഖ്യയാണ്. ഈ 2 ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിത്രം കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ഈശ്വര വിശ്വാസത്തോടു കൂടി മാത്രം തിരഞ്ഞെടുക്കുവാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ധാരാളം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകാം. അതിൽ നിന്നുമുള്ള ഒരു പൂർണ്ണ മാറ്റം സാധ്യമാകും എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. ഈ 2 സംഖ്യകളിൽ നിന്നും ഒരു സംഖ്യ നിങ്ങൾ തിരഞ്ഞെടുത്തു എന്ന് കരുതുകയാണ്. ഇനി നിങ്ങളുടെ തൊടുകുറി ഫലത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒന്നാമത്തെ ചിത്രമായ 66 എന്ന സംഖ്യയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ തൊടുകുറി ഫലം ഇപ്രകാരമാകുന്നു. ജീവിതത്തിലുടനീളം ഒരുപാട് അനുഗ്രഹങ്ങൾ കടന്നു വരാൻ പോകുന്ന വ്യക്തികളിൽ ഒരാളാണ് നിങ്ങളെന്ന വ്യക്തികൾ. കഷ്ടങ്ങളും കടഭാരങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അതിനെ ഒന്നും തന്നെ വകവയ്ക്കാതെ ജീവിതത്തിൽ വളരെയേറെ അനുഗ്രഹങ്ങൾ സ്വന്തമാക്കാൻ കഴിയുന്ന വ്യക്തികൾ. ഇനി നിങ്ങൾക്ക് പ്രതീക്ഷയുടെ കാലമാണ്. നിങ്ങളുടെ കഷ്ടതകളെല്ലാം മാറി ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ കടന്നു വരുന്ന സമയം. നിങ്ങളെ പ്രയാസത്തിലാഴ്ത്തിയ ഏതെല്ലാം കാര്യങ്ങളുണ്ടോ, നിങ്ങളെ സങ്കടത്തിലാഴ്ത്തിയ, നിങ്ങളെ ബുദ്ധിമുട്ടിലാഴ്ത്തിയ എന്തെല്ലാം വസ്തുതകളുണ്ടോ അതിനെല്ലാം ഒരവസാനം ഉണ്ടാകുവാനായിട്ട് പോവുകയാണ്. ജീവിതത്തിൽ ഒത്തിരി പ്രതീക്ഷയോടെ മുന്നേറുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമെന്നതിന് യാതൊരു സംശയവുമില്ല. ഒരുപാട് നേട്ടങ്ങൾ കൈവരും. അതുപോലെ തന്നെ നിങ്ങളെ തളർത്തുന്ന എല്ലാ വിഷയങ്ങളിൽ നിന്നും നിങ്ങൾക്കൊരു മാറ്റം സാധ്യമാകും എന്നും ഓർമ്മിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ 66 എന്ന സംഖ്യ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ കടന്നു വരാൻ പോകുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. ഈശ്വര വിശ്വാസം നിങ്ങളിൽ ഉണ്ടാകണം. അതുപോലെ തന്നെ പ്രതീക്ഷകൾ വെച്ച് മുന്നോട്ടു പോകേണ്ട ഒരു ജീവിതം നിങ്ങൾക്കുണ്ടായിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. മറ്റൊരു കാര്യം, നിങ്ങളുടെ കടഭാരങ്ങൾ മാറുമോ, അല്ലെങ്കിൽ നിങ്ങളുടെ കഷ്ടതകൾ മാറുമോ, ജീവിതത്തിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും ദാരിദ്ര്യങ്ങളും ഒക്കെ മാറുമോ എന്നുള്ള ചോദ്യങ്ങൾക്കൊക്കെയുള്ള മറുപടി തീർച്ചയായിട്ടും ഈശ്വര സഹായത്താൽ നിങ്ങൾ പോസിറ്റീവായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് ലഭ്യമാകുമെന്ന് ഉറച്ചു വിശ്വസിക്കുക. അപ്രകാരം നിങ്ങൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള അനുഗ്രഹങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുമെന്നതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ കഠിനാധ്വാനം ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകൾക്കുമുള്ള ഒരു പരിഹാരം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭ്യമാവുക തന്നെ ചെയ്യും. വരുന്ന ഒരു 60 ദിവസത്തിനകം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചെറുതോ വലുതോ എന്ത് തന്നെ ആയാലും ആ വിധത്തിലുള്ള മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാനായിട്ട് കഴിയും. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഈശ്വര വിശ്വാസം എന്ന ഒരു മഹാവിശ്വാസം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായേ മതിയാവൂ. തീർച്ചയായിട്ടും വലിയ അത്ഭുതങ്ങളെ നിങ്ങൾക്ക് കാണാൻ കഴിയുക തന്നെ ചെയ്യും. അപ്പോൾ ഇതൊക്കെയാകുന്നു ഈ ഒന്നാമത്തെ ചിത്രമായ തൊടുകുറിയുടെ 66 എന്ന സംഖ്യ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലം എന്ന് പറയുന്നത്. ഒരു വലിയ ഭാഗ്യം നിങ്ങളെ കാത്തിരിപ്പുണ്ട്. ആ ഒരു വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ഈ പറയുന്ന ദിവസത്തിനകം തന്നെ നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയും എന്നുള്ള വാസ്തവമായ ഒരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു വലിയ അനുഗ്രഹം ഈശ്വര സഹായത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഈ രണ്ടാമത്തെ സംഖ്യയായ 666 എന്ന സംഖ്യ തിരഞ്ഞെടുത്തവരെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ അത്ഭുതകരമായ ഒരു ജീവിതമാണ് കഴിഞ്ഞ ഒരുപാട് നാളുകളായിട്ട് നിങ്ങൾ നയിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങളിലുണ്ടായിരുന്ന ബലഹീനതകളും
കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ മാറിപ്പോകുന്നു എന്നതും ഏറ്റവും പ്രധാനമാണ്. നിങ്ങൾ എവിടെയൊക്കെയാണോ പിന്തള്ളപ്പെട്ടത്, എവിടെയൊക്കെയാണോ നിങ്ങൾ കടഭാരത്താൽ മുങ്ങിപ്പോയത്, ഏതൊരവസ്ഥയാണോ നിങ്ങളെ തളർത്തിയത്, അതിൽ നിന്നൊക്കെ ഒരു മോക്ഷമുണ്ടാകുവാനായിട്ട് പോവുകയാണ്. ഒന്നെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമോ അല്ലെങ്കിൽ നിങ്ങൾ നൽകുന്ന ഓരോ വിശ്വാസങ്ങളുടെ ഫലമോ എന്തു തന്നെ ആയാലും വലിയൊരു അനുഗ്രഹത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരാൻ പോവുകയാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ഒരുപാട് നാളുകളായിട്ട് നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന രോഗപ്രയാസങ്ങളൊക്കെ നിങ്ങളെ വലയ്ക്കുന്ന സംഭവങ്ങളാണ്. അതിൽ നിന്നും തീർച്ചയായിട്ടും ഒരു മാറ്റം കണ്ടെത്തുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അതുപോലെ തന്നെയാണ് പ്രയാസങ്ങളെ മറികടന്ന് ലക്ഷ്യത്തിലെത്തുവാനും ജീവിതത്തിൽ ഓരോ അർത്ഥവത്തായ കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാനും ഈശ്വര സഹായത്താൽ നിങ്ങൾക്ക് കഴിയും. നിങ്ങളുടെ ബലഹീനതകളൊക്കെ തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ ജീവിതത്തെ മാനിക്കുന്ന കുറേയധികം സംഭവങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ അകപ്പെട്ടിരിക്കുന്നുവോ അതിൽ നിന്നൊക്കെയുള്ളൊരു മോക്ഷം സാധ്യമാകും എന്നുറച്ചു വിശ്വസിക്കുക. ധാരാളം സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്, കുടുംബത്തിനകത്ത് നടക്കുന്ന ധാരാളം നിരവധി പ്രശ്നങ്ങളുണ്ട്, തലമുറ ഇല്ലാത്തതിൻ്റെ പേരിൽ അനുഭവിക്കുന്ന ചില പ്രയാസങ്ങളുണ്ട്. അതുപോലെ തന്നെ പല ആഗ്രഹങ്ങൾക്കും തടസ്സങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ഭവിക്കുന്നുണ്ട്. എങ്ങനെയൊക്കെ ഈ തടസ്സങ്ങൾ മാറ്റാമെന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈശ്വര അനുഗ്രഹത്തിൻ്റെ കുറവ് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ നികത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിൽ ആ ഫലം എത്തും. കൂടുതൽ പ്രാർത്ഥനകളും കൂടുതൽ അനുഗ്രഹങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണം. അതുപോലെ തന്നെ ലക്ഷ്മി വാസമുള്ളൊരു ഭവനമാക്കി തീർത്താൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യങ്ങൾ കടന്നു വരികയുള്ളൂ. പ്രധാനമായിട്ടും എല്ലാ കുടുംബത്തിൻ്റെയും അടിസ്ഥാനം സ്നേഹമെന്ന് പറയുമെങ്കിലും പണത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ ലക്ഷ്മി ദേവിക്ക് കടന്നു വരുവാനുള്ളൊരു ഭവനമാക്കി നിങ്ങളുടെ ഭവനത്തെ ഒരുക്കുക. എൻ്റെ ഭവനം ചെറുതാണ്, എനിക്ക് അത്ര സൗകര്യങ്ങളൊന്നുമില്ല എന്നൊക്കെ നിങ്ങൾ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചെറിയ ഭവനത്തെയും അതിമനോഹരമായിട്ട് ശുചിത്വത്തോടുകൂടി കാത്തു പരിപാലിക്കാൻ നമുക്ക് കഴിയും. അത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലക്ഷ്മി ദേവിയുടെയും ധനത്തിൻ്റെയും വാസം എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതുവഴി നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം ലഭിക്കും. തീർച്ചയായിട്ടും ഒരു വിശ്വാസത്തോടും ഈശ്വര അനുഗ്രഹത്തോടും കൂടി നിങ്ങളുടെ ജീവിതം നയിക്കുക. അപ്പോൾ ഇതൊക്കെയാകുന്നു ഈ 2 സംഖ്യകളും തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലം. ഈശ്വര അനുഗ്രഹത്താൽ സകലവിധ നന്മകളും നിങ്ങൾക്കുണ്ടാകട്ടെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു. നന്ദി.